നമസ്കാരം. ഏതാണ് ഈ പൊട്ടൻ? ഏതാണ് ഈ മരപ്പൊട്ടൻ? സ്ത്രീകളെ ഭരണകാര്യങ്ങൾ ഏൽപ്പിച്ചാൽ വീടിനകത്തുള്ള കാര്യങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളെ ഏൽപ്പിച്ചാൽ അവർക്ക് പിന്നെ ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ സമയം കാണില്ല. അവരെ പുരുഷന്മാർക്കുള്ള കൃഷിസ്ഥലമാക്കി മാറ്റാൻ കൃത്യമായിട്ട് കിട്ടിയെന്ന് വരില്ല. ഇതാണ് നമ്മളുടെ രോമക്കച്ചവടക്കാരൻ കാന്തപ്പൻ്റെ മകൻ കൊച്ചുകാന്തപ്പൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോഴാണ്, ഈ ആനമണ്ടത്തരങ്ങൾ കേട്ടപ്പോഴാണ് പ്രശസ്ത ചാനൽ അവതാരക കലാകാരിയായിട്ടുള്ള രഞ്ജിനി ഹരിദാസ് എന്ന മഹതി ചോദിച്ചത്, ഏതാണ് ഈ പൊട്ടൻ, ഏതാണ് ഈ മരപ്പൊട്ടൻ എന്ന്. ആരായാലും ചോദിച്ചു പോകുന്ന കാര്യമല്ലേ. ഏതായാലും മദ്രസ പൊട്ടന്മാർ ചുണ്ണിക്കുട്ടികൾ, സുന്നിക്കുട്ടികൾ, ചുണ്ണിക്കുട്ടികൾ അവരുടെ മദ്രസയിൽ നിന്ന് ലഭിച്ച പഴയതും പുതിയതുമായിട്ടുള്ള ആപ്തവാക്യങ്ങൾ, ദാറ്റ് മീൻസ് പച്ചത്തെറികൾ, അതിപ്പോൾ ഇവരുടെ മേലേക്ക് എഴുതുകൊണ്ടിരിക്കുകയാണ്, രഞ്ജിനി ഹരിദാസിൻ്റെ മേലേക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു പോകുന്നൊരു കാര്യം പറഞ്ഞു, ഏതാണ് ഈ മരപ്പൊട്ടൻ എന്ന്. അത് കഴിഞ്ഞ് അവരവരുടെ വഴിക്ക് പോയി. ഇവിടെ ഇപ്പോൾ മദ്രസയിൽ പഠിച്ചിറങ്ങിയ ചുണ്ണിക്കുട്ടപ്പന്മാർ നിലവിളിയോട് നിലവിളിയാണ്, തെറിയോട് തെറിയാണ് രഞ്ജിനി ഹരിദാസിന് നേരെ. ഏതാണ് ഈ പൊട്ടൻ എന്ന ചോദ്യത്തിന് ഉത്തരം അത് തന്നെയാണ്. വേണമെങ്കിൽ പറയാം മരപ്പൊട്ടൻ എന്ന് പറയാം, മദ്രസപ്പൊട്ടൻ എന്ന് പറയാം, പിന്നെ ഊള എന്ന് പറയാം, മരയൂള എന്ന് പറയാം, പിന്നെ കോമാളി എന്ന് വിളിക്കാം. ബാപ്പക്കോമാളി, മാൻ കോമാളി. 1400 വർഷങ്ങൾക്ക് മുൻപ് ഇവറ്റകളൊരു പൊട്ടക്കിണറ്റിൽ വീണതാണ് രഞ്ജിനി ഹരിദാസെ. ഈ രണ്ടെണ്ണം അതിൻ്റെ പുറയിലുള്ള ആൾക്കാർ, മാപ്പയും മോനും, പിന്നെ അവരുടെ അടിമകളും. പിന്നെ ആ കൂപത്തിൽ നിന്ന്, ആ കിണറ്റിൽ നിന്ന് കരകയറാൻ അവർക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ആ പൊട്ടക്കിണറ്റിലെ കാര്യങ്ങളല്ലാതെ, അതുപോലെ തന്നെ മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു തുണ്ട് ആകാശത്തിലുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ഇവറ്റകൾക്കറിയില്ല, പറയാനറിയില്ല. വേറൊരു കാര്യം കൂടിയുണ്ട്. കാലം മുന്നോട്ട് പോകുമ്പോഴും ഇവർ ഈ കൂപത്തിൽ നിന്ന് മേലെ കയറി വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്, അതിൽ താല്പര്യമില്ല. ഇവറ്റകളെ പൊട്ടന്മാരെന്നും മറ്റു പല ഭാഷകളിലും ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് പലരും.
അന്നൊക്കെ ഇവരെന്താണ് ചെയ്യുക എന്നറിയാമോ? അവരെ മുദ്രകുത്തും. അത് ഞങ്ങളുടെ എതിരാളികളാണ്, മറ്റേ സമസ്തയാണ്, അത് മറ്റേ ലീഗാ, അല്ലെങ്കിൽ RSSകാരാ. അങ്ങനെ ഒരു ന്യായീകരണം ഇവർ കൊണ്ടുവരും. ഇവരുടെ സമസ്ത AP വിഭാഗം സമസ്തയാണ്. ഇവരെ എതിർക്കുന്നവരിൽ വേറെ സമസ്തയുണ്ട്, ലീഗുണ്ട്, മറ്റ് മുസ്ലിം വിഭാഗങ്ങളുണ്ട്. പക്ഷേ രഞ്ജിനി ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം അവർ അബ്സല്യൂട്ട്ലി ഒരു കലാകാരിയാണ്. വലിയ രൂപത്തിൽ ഭാഷാ സ്വാധീനമുള്ള പെൺകുട്ടിയാണ്. നല്ലൊരു അവതാരകയാണ്. അവതാരക എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരിക രഞ്ജിനി ഹരിദാസിനെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ജാതി മത രാഷ്ട്രീയമൊന്നും അവരെ ഏശിയിട്ടില്ല. അവർക്കത് താല്പര്യമില്ല, അവർക്കത് അറിയില്ല. ഈ മരപ്പൊട്ടൻ്റെ പൊട്ടത്തരങ്ങൾ കണ്ടപ്പോൾ കേട്ടപ്പോൾ പെട്ടെന്ന് അവർ പ്രതികരിച്ചു. ഏതാണ് ഈ മരപ്പൊട്ടൻ എന്ന് ചോദിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞേ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം അറിയാലോ. രാജാവ് നഗ്നനാണെന്ന് അറിയുമെങ്കിൽ പോലും വലിയ പ്രജകളൊന്നും അത് പറയില്ല, കാരണം അവർക്ക് ഭയമാണ്. എന്നാൽ ഒരു കൊച്ചു കുഞ്ഞ് ഈ രാജാവിനെ കണ്ടപ്പോൾ ആ കുട്ടി നിഷ്കളങ്കമായ ഭാവത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യേ ദേ രാജാവ് ഉടുതുണിയിലാണ്ട് കിടന്ന് നടക്കണു, നഗ്നനായിട്ട് നടക്കണു എന്ന്. അത് നിഷ്കളങ്കമായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. കാരണം ആ കുഞ്ഞു മനസ്സിൽ കളങ്കമില്ലല്ലോ. ഇവിടെ രഞ്ജിനി ഹരിദാസിൻ്റെ സ്ഥിതിയും അതാണ്. അവർ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് അത് എതിരാളികൾ പറഞ്ഞതാണ്, മനഃപൂർവ്വം പറഞ്ഞതാണ്, ശത്രുക്കൾ പറഞ്ഞാണെന്നും പറയാൻ പറ്റില്ലല്ലോ. ആ രീതിയിൽ അതിനെ തള്ളിക്കളയാനും പറ്റില്ല. രഞ്ജിനി ഹരിദാസ് ഒരു കാര്യം അറിയണം, ഈ പൊട്ടന്മാർ ശരിക്കും ഖണ്ഡാകർണന്മാരാണ്. നല്ലതൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല, നാരായണ നാമം കേൾക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ രണ്ട് മണികൾ കെട്ടിത്തൂക്കും. ആ മണികളുടെ ശബ്ദം കാണുന്നുണ്ട് പുറത്തൊരാൾ നാരായണ നാരായണ എന്ന് പറഞ്ഞാൽ ഇവർ കേൾക്കില്ല, അത് കേൾക്കാൻ പോലും ഇഷ്ടമല്ല. അതുപോലെ ഇവരെല്ലാവരും തലയെക്കെട്ടും കെട്ടി നടക്കുന്നത്, അതും മരുഭൂമിയിൽ. സന്യാസിമാരുടെ കൾട്ട് ഹിമാലയൻ കൾട്ടാണ്. ആയതുകൊണ്ട് തന്നെ ഇവിടെ -2-3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തണുപ്പൊക്കെ വരുമ്പോൾ അവരാകെ മൂടിക്കെട്ടും. ഞാനൊക്കെ അതാ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡ്രസ് കോഡ് വന്നത്. അത് തുടരുന്നു അത്രമാത്രം. വീടിനകത്ത് നിൽക്കുമ്പോൾ ഇതുപോലെ തലയിൽ കെട്ടിയിട്ടൊന്നല്ല നിൽക്കുക കേട്ടോ. വീടിനകത്ത് പറമ്പ് കളയ്ക്കുമ്പോൾ ഒരു ബർമുടി ഇട്ടിട്ടാവും, ചിലപ്പോൾ അല്ലെങ്കിൽ തോർത്തുമുണ്ട് ഇട്ടിട്ടാവും ഞങ്ങളൊക്കെയും കളയ്ക്കുക. എന്തോ ആവട്ടെ. അപ്പോൾ ഈ ലോകക്രമം, മാറുന്ന ലോകക്രമം, മാറുന്ന ലോകത്തിൻ്റെ ധർമ്മം, ശാസ്ത്രത്തിൻ്റെ മേൽക്കയറ്റങ്ങളൊന്നും ഉള്ളിലേക്ക് കയറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെവി മൂടിക്കെട്ടിയിട്ടുള്ളത്. കാലധർമ്മമോ ദേശധർമ്മമോ ഇതൊന്നും അവർക്ക് അറിയേണ്ടതില്ല. ഈ മരപ്പൊട്ടൻ ഒരിക്കൽ പറഞ്ഞത്, ഇതൊക്കെ കേട്ടിട്ടാണ് ഇതേതാണ് ഈ പൊട്ടൻ മരപ്പൊട്ടൻ എന്ന് രഞ്ജിനി ഹരിദാസ് ചോദിച്ചത്. ഫ്രിഡ്ജ് നിങ്ങൾ വഴിയിലേക്ക് വലിച്ചെറിയും, ഫ്രിഡ്ജൊന്നും വേണ്ട. യൂറോപ്യൻ ടോയ്ലറ്റുകളെ പൊട്ടിച്ചെറിഞ്ഞ് അവിടെ ഒരു തീട്ടക്കുഴി കുഴിച്ച് അതിനകത്ത് പടിയൊപ്പിക്കുക. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. വലിയൊരു 10 അടി താഴേക്കൊരു കുഴി കുഴിച്ച് അതിൻ്റെ മേലെ പാലം ഇടും, എന്നിട്ട് ആ പാലത്തുമേ ബാലൻസ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ, പണിയൊപ്പിക്കാൻ. ഇനി നമുക്കത് മതി. പ്രഷർ കുക്കർ വേണ്ടേ വേണ്ട, അതും വലിച്ചെറിയുക. എന്നിട്ട് ചട്ടിയും കലവും വാങ്ങിക്കുക. ഗ്യാസ് അടപ്പ് ഒഴിവാക്കിയിട്ട് ചാണകവരടി കത്തിക്കുക. ഇതൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഒരു രോഗവും വരില്ല അത്രേ. ഇതൊക്കെയാണ് ഈ പൊട്ടൻ്റെ കൽപ്പന.
ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭാവസ്ഥ 4 വർഷം വരെ നീളാനുള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ഈ പൊട്ടൻ. ഏതായാലും രഞ്ജിനി ഹരിദാസിൻ്റെ കേശാദിപാത വർണ്ണന ഈ മദ്രസ പൊട്ടന്മാർ തുടങ്ങി വച്ചു കഴിഞ്ഞു. മദ്രസയിൽ നിന്ന് നേടിയെടുത്ത എല്ലാ പഴയതും പുതിയതുമായിട്ടുള്ള പച്ചത്തറികളെല്ലാം രഞ്ജിനി ഹരിദാസിൻ്റെ നേരെ തൊടുക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു മദ്രസ പൊട്ടം പറഞ്ഞിരിക്കുകയാണ്, എടീ രഞ്ജിനി ഹരിദാസ്, നിനക്ക് എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ച് മഹാനായിട്ടുള്ള ഈ വാപ്പയെ, അതിലും മഹാനായിട്ടുള്ള ഈ മാനെ തെറി വിളിച്ചാൽ അതിന് ഞങ്ങളുടെ സുന്നിക്കുട്ടികൾ, ചുണ്ണിക്കുട്ടികൾ നിനക്ക് വയറ് നിറച്ച് മറുപടി തന്നിരിക്കും. അത് നിൻ്റെ തന്തയാണെങ്കിലും തന്തയുടെ തന്തയാണെങ്കിലും ഞങ്ങളുടെ ചുണ്ണിക്കുട്ടികൾ അത് തന്നിരിക്കും. അത് കിട്ടുമ്പോൾ നീയല്ല, നിൻ്റെ തന്തയാണെങ്കിലും അടങ്ങും. ഈ കോണകത്തിനകത്ത് ചുണ്ണിക്കുട്ടികൾ വന്ന്, ഈ കോണകത്തിനകത്തുള്ള ചുണ്ണിക്കുട്ടികൾ വന്ന് രഞ്ജിനി ഹരിദാസിനെ ഈ മരപ്പൊട്ടൻ്റെ പേരിൽ എന്ത് തന്നെ പറഞ്ഞാലും അതൊന്നും കേൾക്കാൻ രഞ്ജിനി ഹരിദാസിന് സമയമില്ല. ഏറ് കിട്ടിയ തെരുവ് പട്ടിയുടെ അവസ്ഥയാണിപ്പോൾ അസ്കരിക്കും കൂട്ടർക്കുമുള്ളത്. എറിഞ്ഞവൻ ഒരു ഏറും കൊടുത്ത് അവൻ്റെ വഴിക്ക് പോയി. പട്ടി കുറേ നേരം ആ വേദന മാറുന്ന വരെ കിടന്ന് കുരയ്ക്കും. അത് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയി കിടന്ന് വല്ല വെണ്ണൂറ്റുംകുഴിയിൽ പോയി കിടന്ന് വിലപിക്കും. കുരയ്ക്കുന്നത് കുരയ്ക്കലാണ്, വിലാപം എന്നും പറഞ്ഞ്. എറിഞ്ഞവൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. രഞ്ജിനി ഹരിദാസ് അവരുടെ ലാവണങ്ങളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. പട്ടികളാകട്ടെ ഇപ്പോൾ കിട്ടിയ വേദന മാറിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഏറ് വാങ്ങിക്കാനായിട്ട് തെരുവിലിറങ്ങും. പട്ടി വഴി നീളെ കാഷ്ടിച്ച് അല്ലെങ്കിൽ വീടിനകത്ത് കയറി കാഷ്ടിച്ച് വെച്ച് അങ്ങനെയാണ് ഏറ് വാങ്ങിക്കുക. ഈ മദ്രസ പൊട്ടന്മാർ അസംബന്ധം പറഞ്ഞിട്ടാണ്, വായിലൂടെ അസംബന്ധം കാഷ്ടിച്ചിട്ടാണ് സമൂഹത്തിൻ്റെ ഏറ് വാങ്ങിക്കുക. അന്ധേ നൈവനീയമാണ് യഥാന്താഹ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. മുമ്പേ ഗമിക്കുന്ന ഗോക്കൾതൻ പിമ്പിൽ എന്ന അർത്ഥത്തിൽ ഒരു പൊട്ടനൊരു അന്ധൻ മുമ്പിൽ നടക്കുന്നു, പുറയിൽ കുറേ അന്ധന്മാർ നടക്കുന്നു. അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധന്മാർ, ഇതാണ് ഈ മദ്രസ പൊട്ടന്മാർ. മരിച്ചുപോയ ഒരാളെ യുനാനി വൈദ്യനായിട്ടുള്ള ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള പൊട്ടത്തരം ഇയാൾ ഒരിക്കലും വിളിച്ചു പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് ഹുറേ വിളിക്കാനും കൈയടിക്കാനും മുമ്പിൽ വേറെയും അനവധി പൊട്ടന്മാരുണ്ടായിരുന്നു. ഇനി ഈ ഇമ്മിണി വലിയ പൊട്ടനെ ന്യായീകരിക്കാൻ കൊച്ചു പൊട്ടന്മാരൊക്കെ രംഗത്ത് വരും. അവർ പറയുന്ന ചില കാര്യങ്ങൾ, രഞ്ജിനി ഹരിദാസേ എന്നല്ല വിളിക്കുക കേട്ടോ, വേറെ പേരിട്ടാണ് വിളിക്കുക. നിങ്ങൾ പഠിക്കണം, ഞങ്ങളുടെ വാപ്പ പൊട്ടനെ പഠിക്കണം, ഞങ്ങളുടെ മോൻ പൊട്ടനെ പഠിക്കണം. എന്തു പഠിക്കാൻ? എന്തിട്ട് പഠിക്കാൻ? എന്താ പറയുക, MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ? പഠിക്കണം. ഇവനും ഇവൻ്റെ ബാപ്പയും രോമം പെറുക്കി കൊണ്ടുവന്ന് അത് വെള്ളത്തിൽ മുക്കി ആ വെള്ളം ഈ കൊച്ചു പൊട്ടന്മാരുടെ സമൂഹത്തിൽ കൊണ്ട് അവരെ കൊണ്ട് കുടിപ്പിച്ച് അവരുടെ പൈസ പിടുങ്ങി ജീവിക്കുന്നവരാണ്. എന്നിട്ടും അവരുടെ പുറകിൽ ആയിരങ്ങളുണ്ട്. അവർ ലോകഗതി അറിയാൻ കെൽപ്പില്ലാത്തവരാണ്. കാരണം മദ്രസ പൊട്ടന്മാരാണ്. കണ്ണില്ല, കാതില്ല, അതെല്ലാം കുത്തിപ്പൊട്ടിച്ച് ഇലാമപ്പഴം കൊടുത്തു. ഇലാമപ്പഴം അതുകൂടി അവർ എവിടെ വെച്ച് ഇലാമപ്പഴം നിന്നുവോ അതുകൂടി അവരുടെ മുന്നേറ്റം നിലച്ചു.
അങ്ങനെയുള്ള ആൾക്കാർ ഇവരെ പുറകിലല്ലേ ഉണ്ടാകുക. ഇവർക്ക് ലോകഗതി അറിയില്ല, ലോകഗതി അറിയാനുള്ള താല്പര്യവുമില്ല എന്നുള്ളതാണ് സത്യം. അവരിനി പറയും ഞങ്ങളുടെ ഉസ്താദുമാർ അവരുടെ അഭിപ്രായം ഞങ്ങളുടെ ആളുകളോടല്ലേ പറഞ്ഞത്, അതിന് നിനക്കെന്താണടി രഞ്ജിനി ഹരിദാസേ, ഇതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. വരും തലമുറയെയും അതുവഴി സമൂഹത്തെയും ഭൂതകാലഘട്ടത്തിലെ പ്രാകൃത ജീവന പദ്ധതികളിലേക്ക് വലിച്ചഴിച്ച് അധുനാതന സമൂഹത്തെ നാശകോശമാക്കി മാറ്റുമ്പോൾ ആരായാലും പ്രതികരിക്കും. അത് ഈ ചുണ്ണിക്കുട്ടികൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ മദ്രസ പൊട്ടന്മാർ ഇത്തരം പൊട്ടത്തരങ്ങൾ നിർത്തില്ല എന്ന് സമൂഹത്തിന് നന്നായിട്ട് അറിയാം. നിങ്ങൾ നിർത്തണ്ട. ആരോ പറഞ്ഞ പോലെ ഈ സമൂഹം ഒരു സർക്കസ് കൂടാരമാണ്, സർക്കസ് കൂടാരത്തിന് തുല്യമാണ്. അവിടെ ആന, മയിൽ, പുലി, ഒട്ടകം, വലിയ വലിയ സാൻഡോമാർ, ഊഞ്ഞാലാട്ടക്കാർ ഒക്കെ ഉണ്ടാകും. ആ കൂട്ടത്തിൽ അൺഅവോയ്ഡബിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ജോക്കർമാർ, കോമാളികൾ. ഈ സമൂഹം ഒരു കൂടാരമാണ്, ഒരു സർക്കസ് കൂടാരമാണ് എന്ന് പറഞ്ഞല്ലോ. അതിലും വേണം കോമാളികൾ. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ സമൂഹത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത്. നിങ്ങളുടെ കളി തുടരുക. നമസ്കാരം.